എത്ര ചങ്ങായിമാര് ആ ഹിറ്റ്മാനൊക്കെ ഇങ്ങള് ഒഴിവാക്കി കളി. ഇന്നലെയും ഡക്ക് എല്ലാത്ത ഞാന് തോറ്റില്ല ഇങ്ങള്. മൂപ്പര് ഡെക്കായതുകൊണ്ട് നിങ്ങൾ കഴിച്ചില്ലായിരുന്നു വിചാരിച്ചോളൂ. അല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞങ്ങൾ 200ന്റെ മേലെ ഉണ്ടാവും സ്കോർ. അതിന് മൂപ്പര് അടിച്ച് പരത്തും തുടങ്ങിയില്ല, അപ്പൊ നിങ്ങൾ ഔട്ടാക്കി. നാലേ ആകെ ഉള്ള ഒരു ചടപ്പ് അതാണ്. അതെ, മൂപ്പര് അല്ലെങ്കിൽ നോക്ക് ഇപ്പൊ ഈ IPL ചെക്കന്മാർ ഇപ്പൊ ഹിറ്റ്മാൻ ഉള്ള പേരൊക്കെ മാറ്റി ഡെക്മാൻ ആക്കി. 18 ഡെക്കാണ്, 18 കളി ഉണ്ടാവുമ്പോ ആയിട്ടില്ല. 18 അറിയണ്ടല്ലോ മാക്സ്വെല്ലൊക്കെ 18. അതൊക്കെ ഒന്നെങ്കിൽ ഓൾറൗണ്ടർ അല്ലെങ്കിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ, അല്ലാതെ പ്യുവർ ബാറ്റർ മൂപ്പരല്ലാതെ വേറൊരാള് 18 ഡെക്ക് അതിലില്ല. മൂപ്പര് ഫസ്റ്റ് ബാറ്റ് തുടങ്ങും, ഓപ്പണർ ആയതുകൊണ്ട് സാധ്യത കൂടൂലേ. കാരണം മൂപ്പര് ടീമിന്റെ കാര്യം ചിന്തിക്കുന്നുള്ളൂ. അതെ, അധികം ബോള് വേസ്റ്റ് ആക്കാതെ ഔട്ടാവും, അല്ലെങ്കിൽ നല്ലോ അടിക്കും. അല്ലാതെ വെറുതെ ഇങ്ങനെ നിൽക്കൊന്നുമില്ല, നല്ല അടിയായിരിക്കും. നാണം കെട്ട്. പിന്നെ ഞങ്ങള് സൂര്യ ഫോമായില്ലേ, സൂര്യന്റെ ആ പിച്ചില് ഫോമല്ലേ, അങ്ങനത്തെ പിച്ചില് പിന്നെ ഫോമാണ്. കൊറേ ബോൾട്ടാണ് ഒരു 31, ആകെ 4 അടി ഞങ്ങൾ അന്നൊരു ചെക്കൻ ദീപക് ചാഹറ അടിച്ചതുകൊണ്ട് ഒരു 155 നിങ്ങൾ എത്തി. അത് ഞങ്ങളെ ചെക്കൻ, അതാ ഞങ്ങൾക്ക് ദീപക് ചാഹറ. പിന്നെന്താ ഞങ്ങള് നന്നായിട്ട് മൂപ്പര ടാക്ടിക്സ് ഉപയോഗിച്ചുകൊണ്ട് മൂപ്പര നിങ്ങളെ ടീമിൽ നിന്ന് ഇങ്ങോട്ട് എടുത്തല്ലേ. എന്നിട്ട് എന്താ നിങ്ങളെ ബോളേഴ്സിന് നിങ്ങളെ തന്ത്രങ്ങളൊക്കെ അറിയാം. മൂപ്പര അവസാനം വരെ നിന്ന് കളിച്ചില്ലേ. എന്നിട്ട് സാന്നർക്കൊക്കെ അറിയാം, എന്നിട്ട് ഒന്നും കണ്ടില്ലല്ലോ. നിങ്ങൾ തോറ്റ്. ഞാൻ പറഞ്ഞെ കഴിഞ്ഞ 5 കളി CSK മുംബൈയും കൂടിയുള്ള കളി 5 എണ്ണം, ലാസ്റ്റത്തെ 5 എണ്ണം പഴയത് നിങ്ങൾ നോക്കണ്ട. ലാസ്റ്റത്തെ 5 എണ്ണത്തിൽ നിങ്ങൾ പൊട്ടിക്കാൻ ചങ്ങായിമാരെ സമ്മതിച്ചാലേ. അല്ല അതാ പറഞ്ഞ പഴയത് നിങ്ങൾ കൂട്ടണ്ട, പഴയത് കൂട്ടണ്ട. ചെപ്പോക്കിലാരാ ഏറ്റവും കൂടുതൽ? അതായത് ഇപ്പൊ ഇത് കൊട്ടക്കണക്കിന് വ്യത്യാസം, അതാണ് കൊട്ടക്കണക്കിന് വ്യത്യാസമൊന്നുമില്ല. ആ 38 കളി അതിൽ നിങ്ങൾ 20 വെച്ച് ഞങ്ങൾ 18 എണ്ണം, ചെപ്പോക്കില് 10 എണ്ണം കളിച്ചിട്ട് നിങ്ങൾ 6, ഞങ്ങൾ 4 എണ്ണം. ചെറിയ വ്യത്യാസം. നിങ്ങൾ പറഞ്ഞിട്ട് ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഏറ്റവും അവസാനം കളിച്ച 5 എണ്ണത്തിൽ നിങ്ങൾ പൊട്ടിക്കാനും ചങ്ങായിമാരെ നിങ്ങളെ കൊണ്ട് ആവൂല. ഞങ്ങൾ ടീം കഴിഞ്ഞിക്കണേ. ഞങ്ങൾ എല്ലാ കളിയും അങ്ങനെ തന്നെയാണ്, എല്ലാ സീസണിലും അങ്ങനെ ഫസ്റ്റ് ഒന്ന് തോറ്റു കൊടുക്കും. പിന്നെ 12 നിങ്ങൾ ഫസ്റ്റ് ജയിച്ചു, പിന്നെ ഫുള്ള് ജയിച്ചല്ലേ, ജയിച്ചിങ്ങനെ വരും. അതാണ് കഴിഞ്ഞ കണ്ടത്. അടുത്ത കളി നോക്കി ഞങ്ങൾ ഫുൾ ജയായിരിക്കും. കഴിഞ്ഞ കൊല്ലം ഇതേപോലെ കഴിഞ്ഞതിന് ടീമിന്റെ ഉള്ളിൽ ആകെ കച്ചറായി കണ്ട് ആകെ പ്രശ്നമായി. അതുകൊണ്ടാണ്. എന്നിട്ട് ഇന്നലെ ഉണ്ടായിരുന്നില്ലല്ലോ, പാണ്ഡ്യ ഉണ്ടായിരുന്നില്ലല്ലോ. അല്ല, ഇപ്പൊ എല്ലാവരും നല്ല സിങ്കാണ്. പാണ്ഡ്യക്ക് പിന്നെ വിലക്കായതുകൊണ്ടുള്ള പ്രശ്നല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ മൂപ്പരായിരിക്കും ക്യാപ്റ്റൻ, ഉഷാറായിട്ട് വരും. ഋതുരാജൊക്കെ വന്ന് പുഷ്പം പോലെ ഇങ്ങനെ അടിച്ചാണ്ട് നിരത്തിയിട്ട് കളി. രജീന്ദ്ര രവീന്ദ്ര മൂപ്പര അവിടെ ഉറച്ചു നിന്ന് കളി വെച്ചു. പിന്നെ പറഞ്ഞേക്ക് പിന്നെ ഒരു വരവുണ്ട് മക്കളെ. മൂപ്പരുണ്ട് ഇറങ്ങുമ്പോ സ്റ്റേഡിയം ഇങ്ങനെ വിജൃം വെച്ചിട്ട് ഇങ്ങനെ രോമം ഇങ്ങനെ എഴുന്നേറ്റിരിക്കാം. 2 ബോൾ നിൽക്കുള്ളൂ. വേണ്ട, മൂപ്പര് രണ്ടൊന്നും എടുക്കണ്ട, അവിടെ നിന്നാ മതി. മൂപ്പര സ്റ്റംപിങ് കണ്ടങ്ങള് 43 വയസ്സുള്ള ചെറുപ്പക്കാരൻ എന്നാണ് കമന്റേറ്റർ പറഞ്ഞത്. ഒറ്റ ഫ്ലാഷിന് സൂര്യ മറ്റേ ക്രീസിനോട് കേറിയാൻ ഓർമ്മയുള്ളൂ, തിരിഞ്ഞു വലിഞ്ഞപ്പോ പരിപാടി കഴിഞ്ഞു. ഞങ്ങള് വജ്രായത് നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളെ വിറപ്പിച്ചില്ലേ. എന്താ നമ്മളെ സ്വന്തം ചെക്കൻ വിഘ്നേഷ്, എന്ത് ബോളിങ്ങിന് ആയതുകൊണ്ട് നമുക്കൊരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. മൂപ്പര് നല്ല ഉസാറായൊക്കെ എറിഞ്ഞു. ആരൊക്കെ ഉള്ളത്? നൂർ അഹമ്മദ് ഓടാൻ കിട്ടണ്ട. 4 ഓവർ 18 റൺ 4 വിക്കറ്റ്. ഞങ്ങൾ അവിടുത്തെ പിച്ച് എന്താണോ അതിനനുസരിച്ചുള്ള ടീം ഞങ്ങൾ ഉണ്ടാക്കിക്കണേ. അല്ലെങ്കിൽ ഞങ്ങള് ചെക്കൻ നിന്നിക്കണെങ്കിൽ ഒക്കെ കഴിഞ്ഞു. ഹിറ്റ്മാനോ ചെക്കൻ നിന്ന സ്പിന്നർ ഒന്നോ ഫാസ്റ്റ് ബോളർ ഒന്നുമില്ല. ഫുൾ ഔട്ടായി പോകും. ഒരു കാര്യങ്ങൾ മനസ്സിലായിക്കോളൂ. നിങ്ങൾ ഈ കൊല്ലം കേച്ചിലാൻ പോകുന്നില്ല. കാരണം ആ ബൂമറ വരാതെ നിങ്ങളെ കൊണ്ടാവൂല. അപ്പൊ ബോൾട്ട് നിങ്ങളെ ആരൊക്കെ നിങ്ങൾ കൊടുത്തിരിക്കണം. എന്നിട്ട് ഒരു കാര്യമില്ല. 155 റൺ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടിയെടുത്ത് അത് നിങ്ങളെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യാൻ ഒരു പറ്റില്ല. ആ പുത്തൂര് വന്നുകൊണ്ട് വിഘ്നേഷ് പുത്തൂര് വന്ന് 3 വിക്കറ്റ് എടുത്ത്, അതും ആ വിക്കറ്റ് എടുത്തുകൊണ്ട് നിങ്ങൾ ജയിക്കൊന്നുണ്ടായിരുന്നില്ല. അത് വേറെ കാര്യം. അത് ഋതുരാജ് അപ്പോൾ തന്നെ കാര്യം കഴിച്ചിലാക്കിയിട്ടാണ് പോയിട്ടുള്ളത്. കുറച്ച് 2-3 വിക്കറ്റ് എടുത്തുകൊണ്ട് 1 ഡിലേ ആക്കി. ആ ഡിലേ ആക്കി ഞങ്ങൾക്ക് സന്തോഷം. കാരണം ഞങ്ങളെ തല മുതൽ ഇങ്ങോട്ട് ഇറങ്ങാനുള്ള ഒരു അവസ്ഥ. അതാണ് അവിടെ നമ്മളെ മറ്റേ ജഡേജ ഔട്ടാകുമ്പോൾ ഒരു ആരവം കണ്ടത് ഈ സ്റ്റേഡിയത്തിൽ. ഇങ്ങനെയുള്ള ഒരു അവറുള്ള വേറെ കളിക്കാരൻ ഇവിടെ വേറെ ടീമത്തെ ഒരാൾ ഔട്ടാകുമ്പോ ആഘോഷിക്കില്ല. അത് ഞങ്ങൾ ഞങ്ങൾ തല വരാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞങ്ങൾ ഹാപ്പിയാണ്. കളി ജയിച്ച് തല സ്റ്റംപിങ് നടത്തി, തല ഗ്രൗണ്ടിൽ ഇറങ്ങി, ഹാപ്പിയാണ്. തല ഇറങ്ങി, തല സ്റ്റെമ്പ് ചെയ്തു, തല ഇതാക്കി, അതന്നെ ഉള്ളൂ. എന്താണിത്? തല തന്നെയാണ് മക്കളെ. ഈ IPL എന്ന് പറഞ്ഞാൽ തന്നെ തലൻ്റെതല്ലേ.